നമുക്കത് CPM പ്രതിനിധിയോട് തന്നെ ചോദിക്കാം. നിതിൻ കണിച്ചേരിയുണ്ട്. നിതിൻ, സിറ്റിംഗ് മണ്ഡലമാണ് നഷ്ടമായിരിക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ലല്ലോ. ജിൻഡോ പറയുന്നത് പോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജീവൽ പ്രശ്നങ്ങൾ, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അത് ഉന്നയിക്കാതെ അതിനൊരു പരിഹാരം കാണാത്തതിനുള്ള തിരിച്ചടിയാണ്. അപ്പോൾ 9 വർഷത്തെ സർക്കാരിന്റെ വിലയിരുത്തൽ തന്നെയാണ് നിലമ്പൂരിലേത് എന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല, മറിച്ചാണ് എന്ന് LDF നേതാക്കളൊക്കെ പറയുന്നു. അതെങ്ങനെയാണ് അത്രയധികം ഉറപ്പിച്ചിപ്പോഴും നിങ്ങൾ പറയുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷം എല്ലാ കാലത്തും എല്ലാ തിരഞ്ഞെടുപ്പുകളെയും കാണാറുള്ളത് ഒരു രാഷ്ട്രീയ സമരമായിട്ട് തന്നെയാണ്. ആ രാഷ്ട്രീയ സമരത്തിൽ നിലമ്പൂരിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള ജനവിധിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ വിശകലനം ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ, പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പെല്ലാം നടക്കുമ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം മാത്രം വെച്ചുകൊണ്ട് പൊതുവിൽ കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെയോ ഒക്കെ അവസ്ഥയെ വിലയിരുത്തുന്നത് അബദ്ധമായിരിക്കും, അല്ലെങ്കിൽ അത് ശരിയായി വരണം എന്ന് തോന്നുന്നില്ല. പല കാരണങ്ങളുണ്ട്. നമ്മൾ ഇതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളുടെ എല്ലാം ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയും. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ അറിയാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് 9 മാസം മാത്രം ബാക്കിയുള്ള നിയമസഭയിലേക്ക് ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം അതിലേക്ക് ഇപ്പോൾ പോകണമെന്ന് കരുതുന്നില്ല. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, നിലമ്പൂരിൽ പ്രത്യേകിച്ച് ആ മണ്ഡലത്തിലുണ്ടായിട്ടുള്ള വികസനങ്ങൾ, ഇതെല്ലാം തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചത്. ആ നിലയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകൾ മുന്നോട്ട് പോയിട്ടുള്ളത്. നിലമ്പൂർ മണ്ഡലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി, നിലമ്പൂർ മണ്ഡലത്തിൻ്റെ പ്രത്യേകത കേരളത്തിനകത്ത് സ്ഥായിയായി ഏത് രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാലും പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ മുന്നണികൾക്ക് സ്ഥായിയായി വോട്ട് വാങ്ങാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ. 35 വർഷത്തോളം UDFൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മണ്ഡലത്തെ കഴിഞ്ഞ 2 തവണയും LDFന് സ്വന്തമാക്കാൻ വേണ്ടി കഴിഞ്ഞത് അവിടെ നിർത്തിയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ അപ്പുറത്തേക്ക് മറ്റ് ഘടകങ്ങൾ കൂടി ഉൾപ്പെടുന്ന വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ നിലമ്പൂർ മണ്ഡലം കൈവശപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ സാഹചര്യം ഇപ്പോൾ മാറി. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ജിൻഡോ പറയുന്നത്, കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ജിൻഡോ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സർക്കാരിനെതിരായൊരു വിധിയെഴുത്താണ് എന്നാണ്. നമ്മൾ നോക്കൂ, കഴിഞ്ഞ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ടായപ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്തുണ്ടായ വിലത്തെയും ഫലയിരുത്തിക്കൊണ്ട് കോൺഗ്രസ്സുകാരും ഇടതുപക്ഷ വിരുദ്ധരുമെല്ലാം കേരളത്തിൽ പറയുന്നതിന് വേണ്ടി പരിശ്രമിച്ചത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായിരുന്ന എല്ലാ അടിത്തറയും നഷ്ടപ്പെട്ടു, 20-ൽ ഞങ്ങൾ 19 സീറ്റിൽ വിജയിച്ചു എന്നൊക്കെയുള്ള 18 സീറ്റിൽ വിജയിച്ചു എന്നൊക്കെയുള്ള നിലയിലുള്ള വാദങ്ങളാണ് ഉയർത്തിയത്. നോക്കൂ, അതേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ UDFന് നേടാൻ കഴിഞ്ഞ വോട്ടിപ്പ് നേടാൻ കഴിഞ്ഞോ? അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാൻ കഴിഞ്ഞതിനേക്കാൾ ഏതാണ്ട് 30,000-ഓളം വോട്ടുകൾ വർദ്ധിപ്പിക്കുന്നതിന് ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജിന് കഴിഞ്ഞിട്ടുണ്ട്. സ്വരാജിന് ആ വോട്ട് ലഭ്യമായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് 1 വർഷം കഴിയുമ്പോഴേക്കും 30,000 ആളുകളുടെ അല്ലെങ്കിൽ UDFന് വോട്ട് ചെയ്തിരുന്ന 30,000 ആളുകൾ LDFന് അനുകൂലമായി വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് 9 മാസം ബാക്കി അല്ലെങ്കിൽ 10 മാസം ബാക്കിയുണ്ട്. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ്, ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പാഠമാണ്. ആ രാഷ്ട്രീയ പാഠത്തിൽ നിന്ന് ഞങ്ങൾക്ക് പിശകുകൾ പറ്റിയിട്ടുണ്ടോ, തെറ്റു പറ്റിയിട്ടുണ്ടോ, ആ തെറ്റുകൾ ഞങ്ങൾ പരിശോധിക്കും. അത് പരിശോധിച്ച് തിരുത്തേണ്ടവ തിരുത്തും. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ജനങ്ങൾക്കിടയിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നതിനോ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്നതിനോ ഞങ്ങൾക്ക് പരാജയം ഉണ്ടായിട്ടുണ്ടോ, ഞങ്ങളത് പരിശോധിക്കും. അത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുണ്ടാകും. ഏതെങ്കിലും നിലയിലുള്ള പ്രവർത്തന രീതി അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ പരിശോധിക്കുകയും തിരുത്തുകയും ചെയ്യും. അല്ലാതെ അതിനർത്ഥം ഇനി 2026 തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഇവിടെ ചില വാദങ്ങൾ വന്നതുപോലെ ഒരു കാവൽ മന്ത്രിസഭയായി മാത്രമേ പിണറായിക്ക് തുടരാൻ അർഹതയുള്ളൂ എന്നെല്ലാം പറയുന്നത് ഒരു രാഷ്ട്രീയമായി ശരിയായിക്കൊള്ളണമെന്നില്ല എന്നാണ് ഞങ്ങൾ. പക്ഷേ നോക്കൂ നിതിൻ, സ്വരാജിനെ പോലെ ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ നിലമ്പൂരിൽ നിർത്തിയത്. തുടക്കം മുതൽ ഒരിടത്ത് പോലും പുറകോട്ട് പോകാതെ ലീഡ് നില ഉയർത്തുകയായിരുന്നു ഷൗക്കത്ത്. പഞ്ചായത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഒരു പഞ്ചായത്തിൽ മാത്രമേ സ്വരാജിന് ലീഡ് ചെയ്യാൻ പോലും കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇത്രയധികം ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ് അവിടെ നിർത്തിയതെന്ന വലിയൊരു പോസിറ്റിവിറ്റി നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഒരിടത്ത് പോലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതിൻ്റെ ഒരു സൂചന തന്നെയല്ലേ?
നമുക്ക് അതാ ഞാൻ പറഞ്ഞു, ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് നിർത്താറുള്ളത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിർത്തിയത് CPM-നെ സംബന്ധിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ മികച്ച ഞങ്ങളുടെ നേതാവിനെ തന്നെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായി അവിടെ നിശ്ചയിച്ചിരുന്നത്. സ്വാഭാവികമായും സ്വരാജിനെ പോലെ ഒരാൾക്ക് പൊതുസമൂഹത്തിലുള്ള സ്വീകാര്യതയും ഒക്കെ ഈ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് കൂടുതൽ സഹായകരമാവും എന്ന് തന്നെയാണ് ഞങ്ങൾ, അത് ശരിയാണെന്ന് തെളിയുകയും ചെയ്തല്ലോ. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പോ കഴിഞ്ഞ തവണ UDF-ന് കിട്ടിയ വോട്ട് ഈ മണ്ഡലത്തിൽ UDF-ന് കിട്ടിയിട്ടില്ല, നിലനിർത്താൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ തവണ PV അൻവർ അവിടെ നിന്ന് ജയിക്കുമ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥി അന്ന് ലഭിച്ചിരുന്ന വോട്ട് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ നിലയിൽ മാത്രം നമ്മളിതൊരു ഭരണവിരുദ്ധ വികാരമാണ് എന്നെല്ലാം വിലയിരുത്തുന്നത് ശരിയാകും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു വർഷം കഴിയുമ്പോൾ 30,000 വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ LDF-ന്, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? ഞാൻ കേട്ടില്ല. അതായത് തിരുത്താൻ ഇനിയും ചിലതുണ്ട് എന്ന് ഈ നിലമ്പൂർ ഫലം നിങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടില്ലേ? നോക്കൂ, ഏത് തിരഞ്ഞെടുപ്പ് നമ്മൾ ഓരോ രാഷ്ട്രീയ സാഹചര്യവും ആ രാഷ്ട്രീയ സാഹചര്യം കഴിയുമ്പോൾ അതിൽ നിന്നുള്ള അനുഭവങ്ങൾ തിരുത്തേണ്ടവ തിരുത്തിയും കൂടുതൽ മികവ് ഏതെല്ലാം മേഖലയിലാണ് പ്രവർത്തിക്കേണ്ടത് അതെല്ലാം കാണിക്കും. അതിലെന്താ സംശയമുള്ളത്? എല്ലാ തിരഞ്ഞെടുപ്പുകളും അങ്ങനെ തന്നെയാണുള്ളത്. പക്ഷേ ഇവിടെ UDF മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ കേരള പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഈ തിരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന് വേണ്ടി UDF എടുത്തിട്ടുള്ള ചില നിലപാടുകൾ, കോൺഗ്രസ് എടുത്തിട്ടുള്ള ചില നിലപാടുകൾ, കോൺഗ്രസ് പറഞ്ഞ ചില പ്രഖ്യാപനങ്ങൾ, കോൺഗ്രസ് പുതുതായി കേരളത്തിൻ്റെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങൾ അത്യന്തം അപകടകരമാണ്. കേരളത്തിനകത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിലുള്ള ചില പരാമർശങ്ങളാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ നിലപാടുകളിൽ വെള്ളം ചേർത്തുകൊണ്ട് കോൺഗ്രസ് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഒരുപക്ഷെ താൽക്കാലികമായിട്ട് അവർക്കൊരു നേട്ടമുണ്ടാക്കിയിട്ടുണ്ടാകും. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് UDF-ന് അത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല.